ഏഷ്യാനെറ്റിലെ ഹിറ്റ് പരമ്പരയാണ് ഭാര്യ. കുടുംബ ബന്ധങ്ങളിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമൊക്കെ സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകി അവതരിപ്പിക്കുന്ന പരമ്പരയിൽ നായകനായിരുന്നു റോൺസൺ വിൻസെന്റ്. നന്ദൻ എന്ന കഥാപാത്രം കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയെടുത്തിരുന്നു. എന്നാൽ ഇപ്പോൾ നന്ദനായി ഭാര്യയിൽ അഭിനയിക്കുന്നത് റോൺസൺ അല്ല. പരമ്പരയിലെ സുപ്രധാന കഥാപാത്രങ്ങളിലൊന്നാണ് നന്ദൻ. എന്നാൽ അടുത്തിടെയായി പുതിയൊരു താരമാണ് നന്ദനെ അവതരിപ്പിക്കുന്നത്. ഈ മാറ്റത്തിന് പിന്നിലെ കാരണങ്ങളെക്കുറിച്ചാണ് പ്രേക്ഷകരും ചർച്ച ചെയ്യുന്നത്. ഭാര്യയിൽ നിന്നും പിൻവാങ്ങിയ റോൺസൺ സീതയിൽ ശക്തമായ കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത്. ജഡായു ധർമ്മനായുള്ള വരവിന് മികച്ച സ്വീകാര്യതയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സീതയുടെ നിഴലായി ഒരു കൂടപ്പിറപ്പിനെ പോലെ സംരക്ഷിക്കാൻ താനുണ്ടാവുമെന്ന് ധർമ്മൻ പറഞ്ഞതോടെ അദ്ദേഹത്തിന്റെ വില്ലൻ പരിവേഷവും മാറുകയായിരുന്നു. തന്റെ സഹോദരിയെ അപായപ്പെടുത്തിയതിന് പിന്നിൽ ഇന്ദ്രനാണെന്ന തെറ്റിദ്ധാരണ മാറിയതോടെയാണ് ഈ മനംമാറ്റം. ഭാര്യയിൽ നിന്നും സീതയിലേക്ക് എത്തിയതിന്റെ സന്തോഷം പങ്കുവച്ച് താരം എത്തിയിരുന്നു. ലൊക്കേഷൻ ചിത്രങ്ങൾ ഇതിനകം തന്നെ വൈറലായും മാറിയിരുന്നു. ഭാര്യയിൽ തന്റെ കഥാപാത്രത്തിനേക്കാളും പ്രാധാന്യം വില്ലിന് നൽകുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് താരം പിൻവാങ്ങിയതെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നുണ്ട്. മറ്റൊരു പരമ്പരയിൽ അഭിനയിക്കാൻ തീരുമാനിച്ചത് ഭാര്യയുടെ അണിയറ പ്രവർത്തകർക്ക് ഇഷ്ടമായില്ലെന്നും അക്കാരണത്താലാണ് താരത്തെ പുറത്താക്കിയതെന്ന വ്യാഖ്യാനവുമുണ്ട്. ഇക്കാര്യത്തെക്കുറിച്ച് താരത്തിന്റെ പ്രതികരണത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകർ. മുൻപ് നന്ദൻ എന്ന കഥാപാത്രത്തെക്കുറിച്ച് റോൺസൺ വിൻസെന്റ് സംസാരിച്ചത് ഇങ്ങനെയാണ്: അതൊരു ഭാഗ്യമാണ്. എനിക്കേറെ ഇഷ്ടപ്പെട്ടൊരു കഥാപാത്രമാണ് നന്ദൻ. ഭാര്യയുടെയും അളിയന്റെയും വാക്കുകേട്ട് മണ്ടത്തരങ്ങൾ ചെയ്യുന്നൊരു കഥാപാത്രം. പക്ഷെ അവരുടെ തട്ടിപ്പെല്ലാം തിരിച്ചറിഞ്ഞപ്പോൾ നന്ദനാകെ മാറി. ഭാര്യയ്ക്കും അളിയനും തിരിച്ചു പണി കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ ഏഷ്യാനെറ്റ് യൂത്ത് ഐക്കൺ ഓഫ് ദി ഇയർ 2017 അവാർഡ് നന്ദൻ എന്ന കഥാപാത്രത്തിലൂടെയാണ് റോൺസൺ സ്വന്തമാക്കിയത്. മോഡലിംഗിൽ നിന്നാണ് റോൺസൺ വിൻസെന്റ് സീരിയൽ രംഗത്തേക്ക് എത്തുന്നത്. ഇടയ്ക്ക് മലയാളത്തിൽ സ്റ്റഡി ടൂർ എന്നൊരു ചിത്രവും ചെയ്തിരുന്നു. അതിലൊരു സൈക്കോ ആയാണ് റോൺസൺ വിൻസെന്റ് അഭിനയിച്ചത്. വില്ലൻ കഥാപാത്രങ്ങളോടാണ് തനിക്ക് താല്പര്യമെന്ന് മുൻപ് തന്നെ റോൺസൺ വ്യക്തമാക്കിയിരുന്നു. സിനിമയിൽ നിന്നും മറ്റു സീരിയലുകളിൽ നിന്നും നിരവധി അവസരങ്ങൾ തന്നെ തേടി വരുന്നുണ്ടെന്ന് റോൺസൺ വിൻസെന്റ് ഇടയ്ക്ക് വ്യക്തമാക്കിയിരുന്നു. പുറത്തു പോകുമ്പോൾ തന്നെ തേടി ഒട്ടേറെ ആരാധകർ എത്താറുണ്ടെന്നും എന്നോട് സംസാരിക്കാനും ഇടപെടുന്നതുമൊക്കെ വീട്ടിലുള്ള ആൾക്കാരെ പോലെയാണെന്നുമൊക്കെ റോൺസൺ മുൻപ് പറഞ്ഞിരുന്നു. എന്തായാലും ഇപ്പോൾ സീരിയലിൽ സംഭവിച്ച മാറ്റം മുൻപും പല സീരിയലുകളിലും ഉണ്ടായ സംഭവം തന്നെയാണ്. ഒരു സമയം ഒരു സീരിയലിൽ മാത്രം അഭിനയിക്കാനുള്ള അനുമതിയെ പല താരങ്ങൾക്കും ലഭിക്കാറുള്ളൂ. ഇതിൽ കരാർ ലംഘനം നടത്തി മറ്റു ചാനലുകളിൽ സീരിയലിന്റെ ഭാഗമായാൽ ഒന്നെങ്കിൽ ആ കഥാപാത്രം മരിച്ചതായോ അല്ലെങ്കിൽ മറ്റൊരാളെ വെച്ചോ ആണ് ഷൂട്ട് ചെയ്യുക. അതുതന്നെയാണ് ഭാര്യ സീരിയലിലും ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.